നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ കർത്താവേ, അങ്ങ് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ലല്ലോ. ദൈവമേ, പ്രാർത്ഥിച്ചു വാങ്ങിച്ചതല്ലാതെ ഞങ്ങളുടെ കരങ്ങളിലൊന്നുമില്ലല്ലോ. ദൈവമേ, നന്ദിയോടെ ഈ സ്തോത്ര കാഴ്ചകളുമായി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ദൈവമേ, ബലഹീനരാടിയങ്ങളുടെ ദരിദ്രമായ കാഴ്ചകളെ സ്വർഗത്തോളം തമ്പുരാൻ എടുത്തുയർത്തി വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങളുടെ സഭയുടെയും ഭദ്രാസനത്തിൻ്റെയും ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹകരമായി ഈ സ്തോത്ര കാഴ്ചകളെ അവിടുന്ന് ഉപയോഗപ്പെടുത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയിലെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഒരു 3 വാക്യങ്ങൾ വായിച്ച് പ്രാരംഭമായി നിങ്ങളുടെ ശ്രദ്ധയെ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കൊണ്ടുവരട്ടെ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ സേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മോന്യദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കുന്നു. 11-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ. രാവിലെ ദാവീദ് യോവാബിന് ഒരു എഴുത്തെഴുതി ഊരിയാവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. എഴുത്തിൽ പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടേറ്റുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുവീൻ എന്ന് എഴുതിയിരുന്നു. അവസാനത്തെ വാക്യം 12-ാം അധ്യായം 7-ാം വാക്യം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. നാഥാൻ ദാവീദിനോട്, ആ മനുഷ്യൻ നീ തന്നെ. ത്രിയേക ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ തീമത്തിയോസ് തിരുമേനി, ശേഷം വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വർഷത്തെ 30-ാമത് കോട്ടയം കൊച്ചി ഭദ്രാസന കൺവെൻഷൻ്റെ ഈ മീറ്റിങ്ങിൽ ദൈവവചനം പങ്കുവെക്കാൻ ലഭിച്ച അവസരത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ തോമസ് മാർ തീമത്തിയോസ് തിരുമേനിയോടുള്ള എല്ലാ സ്നേഹാദരവുകളും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ ഭദ്രാസനത്തിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനിയോടൊപ്പം ഈ രാത്രി ആയിരിക്കാൻ വലിയവനായ ദൈവം തമ്പുരാൻ ബലഹീനനായ എനിക്കും തന്ന ഭാഗ്യത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുകയും അഭിവന്യ തിരുമേനി എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിലുള്ള എല്ലാ വിനയവും താഴ്മയും പ്രാർത്ഥനകളും ഈ സമയത്ത് പ്രത്യേകമായി തിരുമേനിയെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ ഭദ്രാസനത്തിൻ്റെ വികാരി ജനറലായിരിക്കുന്ന ഡോക്ടർ സാംസൺ ജേക്കബ് അച്ഛനോടുള്ള എല്ലാ സ്നേഹാദരവുകളെയും ആമുഖമായി അറിയിക്കട്ടെ. അച്ഛനിൽ നിന്നും ഈ നാളുകളിൽ ലഭിക്കുന്ന എല്ലാ സ്നേഹത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. ഭദ്രാസന സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട അലക്സ് എബ്രഹാം അച്ഛനോടുള്ള എല്ലാ സ്നേഹവും അറിയിക്കട്ടെ. ഈ ശുശ്രൂഷ എന്നെ വിളിച്ച് അറിയിച്ചത് പ്രിയപ്പെട്ട അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛനോടുള്ള എല്ലാ സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഭദ്രാസന ട്രഷറർ പ്രിയപ്പെട്ട നോബിൾ അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട വികാരി ജനറൽ സി എ വർഗീസ് അച്ഛൻ, മാർത്തോമ വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പളായിരിക്കുന്ന ഡോക്ടർ MC തോമസ് അച്ഛൻ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, സീനിയർ വൈദിക ശ്രേഷ്ഠർ, ഒപ്പം പഠിച്ചതായിട്ടുള്ള വൈദികർ, മുമ്പിലും പിൻപിലുമായിട്ട് പഠിച്ച വൈദിക ശ്രേഷ്ഠർ, സുവിശേഷകർ, വിശ്വാസ സമൂഹം, ഗായക സംഘാംഗങ്ങൾ, ഈ ശുശ്രൂഷയിൽ ചെറുതും വലുതുമായി ഇന്ന് ഈ സന്ധ്യയിൽ ഇവിടെയായിരിക്കുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. കോന്നി വകയാർ മുതുവേഴുങ്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തമ്പുരാൻ എനിക്ക് നൽകി. ഒരുപക്ഷെ അധികം അത്ര കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് വരുവാനും കഴിഞ്ഞ 13 വർഷം തമ്പുരാൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി ദേശത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാനും ദൈവം തമ്പുരാൻ എനിക്ക് കൃപ നൽകി. 2008-2012 കാലഘട്ടത്തിൽ ഈ സെമിനാരിയിൽ പഠിക്കാൻ, ഈ ഗായക സംഘത്തിൻ്റെ ഭാഗമായിരിക്കാൻ, ഒരുപക്ഷെ ഈ പന്തലിനകത്തൂടെ ഓടി നടന്ന് ആ നാളുകളിലെ ഭദ്രാസന കൺവെൻഷനുകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുവാൻ ലഭിച്ച ഭാഗ്യത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഒരിക്കൽ പോലും ഇങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയും എന്ന് കരുതിയതല്ല. ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ മനുഷ്യനാരാണ്? തമ്പുരാൻ്റെ മനസ്സറിഞ്ഞ മനുഷ്യർ ആരാണ് ഈ ഭൂമിയിലുള്ളത്? ദൈവം തന്ന കൃപകൾക്ക് മുമ്പിൽ ദൈവസന്നിധിയിൽ വിനയപ്പെടുകയാണ്. ഇപ്പോൾ മധ്യപ്രദേശിൽ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇടവകയ്ക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെയുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്.
ഇന്ന് ഇവിടെ പ്രിയപ്പെട്ട തിരുമേനി അധ്യക്ഷ പ്രസംഗം പറഞ്ഞു തുടങ്ങിയത് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നു തിരുമേനി അത് എന്നോടാണ് പറഞ്ഞത്. കാരണം തിരുമേനിയുടെ തൊട്ടടുത്താണ് ഞാൻ ഇരുന്നത്. ഒരുപക്ഷെ എൻ്റെ ഹാർട്ട് ബീറ്റ് തിരുമേനി നന്നായിട്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു എന്ന് കൃത്യമായിട്ട് ആ വാക്ക് തന്നെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചത്. എന്തു തന്നെയായിരുന്നാലും ഒരു ഞാണിന്മേൽ കളിയാണ്. തമ്പുരാൻ്റെ കൃപയിൽ മാത്രം ശരണപ്പെടുകയാണ്. ദൈവമേ, ഈ പ്രൗഢമായ ഈ ഒരു സദസ്സിൻ്റെ മുമ്പിൽ ദൈവവചനം പറയാനുള്ള കൃപ നൽകണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ദൈവസന്നിധിയിൽ ഉള്ളൂ. എല്ലാ കുറവുകളെയും നിറവാക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചുകൊണ്ട് വചനധ്യാനം ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രിയിലത്തെ വചനധ്യാനത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു പാപമാണ്. എന്തിനാണ് ഈ പ്രഥമ രാത്രിയിൽ ഈ ഒരു ധ്യാനം എടുത്തത് എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ BS വാര്യർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ എഴുതിയതായ ഒരു കൊച്ചു കഥയുണ്ട്. ആ കഥയുടെ തലക്കെട്ട് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ കഥയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ആ കുറ്റം ആരുടേതാണ്? ആ കുറ്റം ആരുടേത്? വീട്ടിൽ ഭാര്യയ്ക്ക് ചെവി കേൾക്കില്ല എന്ന് ഭർത്താവിന് പരാതി. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവുകയാണ്. പോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഭാര്യയ്ക്ക് എത്രമാത്രം ചെവി കേൾക്കില്ല, പൂർണ്ണമായി കേൾക്കില്ലയോ അതോ ഭാഗികമായിട്ടാണോ? അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ചികിത്സ ആരംഭിക്കാൻ കഴിയൂ. അതുകൊണ്ട് നാളെ രാവിലെ വീട്ടിൽ പോയി ഒരു 40 അടി 50 അടി ദൂരം നിന്ന ഭാര്യയോട് എന്തെങ്കിലും വിളിച്ച് ചോദിക്കണം. ഭാര്യ മറുപടി പറയുന്നില്ലെങ്കിൽ 10 അടി മുൻപോട്ട് കയറി നിന്ന് ചോദ്യം ആവർത്തിക്കണം. എവിടെ നിന്ന് ചോദിക്കുമ്പോഴാണ് ഭാര്യ ഉത്തരം പറയുന്നത് അത് വന്ന് പറയണം, ചികിത്സ ആരംഭിക്കാം. പിറ്റേ ദിവസം രാവിലെ ഈ ഭർത്താവ് കുളിച്ച് ആശുപത്രിയിൽ പോകാൻ തയ്യാറായി 50 അടി ദൂരം മാറി നിന്ന് ഭാര്യയോട് വിളിച്ചു ചോദിച്ചു, "എടി ഭാര്യയെ, ഇന്ന് രാവിലെ കഴിക്കാൻ എന്നതാ?" മറുപടിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ 10 അടി മുൻപോട്ട് കയറി നിന്ന് ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ഭാര്യ 2-ാമത്തെ പ്രാവശ്യം നിന്നോട് ചോദിക്കുകയാണ്, കഴിക്കാൻ എന്നതാണ്? ഉത്തരവൊന്നുമില്ല. 3-ാം പ്രാവശ്യവും 4-ാം പ്രാവശ്യവും ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ഈ ഭർത്താവിനറിയാം ഉത്തരം കിട്ടാൻ സാധ്യതയില്ല എന്ന്. ഏറ്റവും അവസാനം ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് തീർപ്പ് കൽപ്പിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ ഇനി ഒരു പക്ഷേ ഡോക്ടർ ചോദിച്ചേക്കും 5-ാമത്തെ പ്രാവശ്യം ഭാര്യയുടെ അടുത്ത് എന്നൊന്ന് എന്താ ഒന്ന് ചോദിക്കാൻ ഞാൻ. അതുകൊണ്ട് ആ കുറവൂടെ പരിഹരിച്ചേക്കാമെന്ന് കരുതി 5-ാമത്തെ പ്രാവശ്യം ഭാര്യയുടെ അടുത്ത് നിന്നിട്ട് വെടിപൊട്ടുന്ന ശബ്ദത്തിൽ ഈ ഭർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, "എടി ഭാര്യ, 5-ാമത്തെ പ്രാവശ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നേ, ഇന്ന് രാവിലെ കഴിക്കാൻ എന്നതാണ്?" BS വാര്യർ ഈ കഥ അവസാനിപ്പിക്കുകയാണ്. BS വാര്യർ കഥ അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഉടനെ ഈ ഭാര്യ വെട്ടിത്തിരിഞ്ഞ് ഈ മനുഷ്യനോട് പറയുകയാണ്, "മനുഷ്യ, 5-ാമത്തെ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് രാവിലെ കഴിക്കാൻ പുട്ടും കടലയുമാണ്." എന്നിട്ട് BS വാര്യർ ഈ കഥയ്ക്ക് കൊടുത്ത തലക്കെട്ടാണ് ശ്രദ്ധേയം: ആ കുറ്റം ആരുടേത്? ഭാര്യയ്ക്ക് ചെവി കേൾക്കാം, ഭർത്താവിനാണ് കേൾക്കാത്തത്. പക്ഷേ കുറ്റം ആരോപിച്ചത് മുഴുവൻ ഭാര്യയിലാണ്. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. മറ്റുള്ളവരിലൊക്കെ ഇങ്ങനെ കുറ്റം ആരോപിച്ച് നീതിമാനെന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച് ജീവിച്ചു പോകുന്ന മനുഷ്യരൊക്കെയാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ 2026 ഈ പ്രാരംഭ രാത്രിയിൽ സ്വന്തം ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ അപ്പുറമായി ഈ കൺവെൻഷനിൽ ഒരു നന്മയുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒന്ന് തിരിഞ്ഞു നോക്കി, ദൈവം എവിടെയെങ്കിലുമൊക്കെ ജീവിതങ്ങൾ വല്ലാതെ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അതിനെ ഒന്ന് തിരുത്താനുള്ള മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനകൂടാരത്തിൽ നിന്ന് മടങ്ങിപ്പോകാം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ദാവീദിനെയാണ് ധ്യാനിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആരായിരുന്നു ദാവീദ്? ആരാണ് ദാവീദ്? ദാവീദിനെക്കുറിച്ച് കുറച്ച് വിശേഷണങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ ധ്യാന വിചാരം മുമ്പോട്ട് കൊണ്ടുപോകാം. ബേത്ലഹേമനായ ഇശായിയുടെ മക്കളിൽ ഒടുക്കത്തവൻ 8-ാമത്തെ മകനായിരുന്നു ദാവീദ് എന്ന് വിശുദ്ധ വേദപുസ്തകം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, പട്ടം കെട്ടപ്പെട്ടവൻ്റെ പേരാണ് ദാവീദ്. ചുവന്ന തലമുടിയും നല്ല കണ്ണും ആരോഗ്യ ദൃഢഗാത്രമായ ഒരു ശരീരവും ഉണ്ടായിരുന്ന മനുഷ്യൻ. ആട്ടിടയൻ്റെ ജീവിതം ആരംഭിക്കുകയും അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ ഇങ്ങനെ വിരാജിക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ വിശുദ്ധ വേദപുസ്തകത്തിൽ ദാവീദ്. ഒരു കവണയും കല്ലുമായി ഫെലിസ്തീനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടായിരുന്ന മനുഷ്യൻ. സുന്ദരമായി പാട്ടുപാടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊയർ മാസ്റ്റർ. ദാവീദ് പാട്ടുപാടിയപ്പോൾ ദുരാത്മാവ് വിട്ടോടിപ്പോയതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കിന്നരം ഉപയോഗിച്ച് സുന്ദരമായി പാട്ടുപാടാൻ കഴിവുണ്ടായിരുന്ന മനുഷ്യൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ 150 സങ്കീർത്തനങ്ങളിൽ പകുതിയോളം സങ്കീർത്തനങ്ങൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പാടിവച്ചവൻ്റെ പേരാണ് ദാവീദ്. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ 4-ാമത്തെ ഗോത്രത്തിൽ പിറന്നവൻ്റെ പേര് ദാവീദ്. പരാക്രമശാലി, യോദ്ധാവ്, വാക്ചാതുര്യമുള്ളവൻ.
ബോവസിൻ്റെയും രൂത്തിൻ്റെയും ഒക്കെ കുടുംബ പശ്ചാത്തലത്തിൽ അവൻ്റെ മുൻപോട്ടുള്ള തലമുറയിൽ എണ്ണപ്പെട്ടവൻ. നന്മ നിറഞ്ഞ വിശേഷണങ്ങൾ അനവധി പറയാനുണ്ട് ഈ ചെറുപ്പക്കാരന്. സങ്കീർത്തനം 17:5 ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിലായിരുന്നു, എൻ്റെ കാൽ വഴുതാൻ നീ സമ്മതിച്ചില്ല. ദാവീദ് പാടിയ സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ വഴികൾ വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നടന്നവൻ്റെ പേരാണ് ദാവീദ് എന്ന് വിശുദ്ധ വേദപുസ്തകം എന്നെ നിങ്ങളെ വളരെ ഭംഗിയായി പഠിപ്പിക്കുന്നുണ്ട്. പറയാനേറെ നന്മകളുണ്ട് എങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ഒരു കറുത്ത അധ്യായം കണക്കെ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാപം എന്നെയും നിങ്ങളെയും ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു ചിത്രം ദാവീദിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് 2 ശമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളെ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മളതിനെ വിളിക്കാൻ സാധ്യതയുള്ള പേരാണ് യാദൃച്ഛികം. നന്മ പറയാൻ ഏറെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ യാദൃച്ഛികമായി സംഭവിച്ചു പോയൊരു പാപം എന്നൊക്കെ നമ്മൾ പറയും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ നന്മ പറഞ്ഞ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തോട് ചേർത്ത് ഇങ്ങനെ ചില കറുത്ത അധ്യായങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. വേദപുസ്തകത്തിൽ യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. പറയാൻ നന്മകൾ ഒത്തിരി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിൻ്റെ 60-ാമത്തെ വയസ്സിൽ യാക്കോബ് ജനിച്ചു. അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175. അങ്ങനെയാണെങ്കിൽ 15 വർഷം വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിൻ്റെ മടിയിൽ കിടന്ന് വളരാൻ ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാരൻ്റെ പേരാണ് യാക്കോബ്. പറയാൻ നന്മകൾ ഇതിനേക്കാൾ മറ്റെന്തെങ്കിലും വേണോ? പക്ഷേ ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായം പോലെ അവൻ്റെ പാപം, ദൈവസന്നിധിയിലുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ ഇടർച്ചകളെ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ നമ്മൾ വായിച്ച് സുന്ദരമായ ഒരു കല്യാണ സദ്യയെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും വേദപുസ്തകത്തിൽ വീഞ്ഞ് തീർന്നുപോയി എന്ന് പറയുന്ന ഒരു കറുത്ത പുട്ട് കണക്കെ ജീവിതത്തിൻ്റെ ഒരു പരാജയത്തിൻ്റെ ഏട് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ ആ ജീവിതങ്ങളൊക്കെ എത്ര സുന്ദരമായിരുന്നു, ആ കഥകൾക്കൊക്കെ എന്ത് സൗന്ദര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ നന്മകൾ പറയുമ്പോൾ ഒരു കറുത്ത അധ്യായം അതിൻ്റെ സൈഡിൽ മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ഇത് യാദൃച്ഛികമല്ല പ്രിയമുള്ളവരെ. യാദൃച്ഛികമെന്ന് വിളിക്കാൻ വരട്ടെ, യാദൃച്ഛികമല്ല. ജീവിതത്തിൽ അവൻ ചെയ്ത പാപങ്ങളുടെ, ജീവിതത്തിൽ അവൻ ചെയ്ത തെറ്റുകളുടെ അനന്തരഫലമായിരുന്നു അവൻ കടന്നുപോയ ജീവിതത്തിൻ്റെ ഈ കഠിനമായ പാപം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വളരെ ഭംഗിയായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദാവീദേ, നീ എവിടെയാണ് പരാജയപ്പെട്ടത്? നിന്റെ ജീവിതത്തിൽ നന്മകൾ 1000 പറയാനുണ്ടായിട്ടും ഒരു കൊച്ച് പാപം മൂലം ദൈവസന്നിധിയിൽ നീ അകന്നു പോകാൻ ഇടയായിത്തീർന്നത് എങ്ങനെയാണ് എന്ന് ഇന്ന് രാത്രി ഒന്ന് ധ്യാനിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളും ഇങ്ങനെയൊക്കെയാണ്. പറയാൻ മേന്മകൾ ഏറെ ഉണ്ടാവാം, പറയാൻ ഇഷ്ടം പോലെ ഒരു പക്ഷേ പ്രാഗൽഭ്യത്തിൻ്റെ കഥകളുണ്ടാവാം. പക്ഷേ ചില ഇരുളടഞ്ഞ അധ്യായങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവാം. 2026 തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഇന്ന് ഈ വചനകൂടാരം വിട്ട് മടങ്ങിപ്പോകാൻ ദൈവമേ ഇടയാവണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ പന്തലിനകത്ത് ഇരിക്കാം. കുഞ്ഞുങ്ങളുടെ ടൂർ പ്രോഗ്രാം നടക്കുകയാണ്. പള്ളിയിൽ വളരെ ആക്റ്റീവായി പങ്കെടുക്കുന്ന ഒരു കുഞ്ഞുണ്ട്. അവൻ സൺഡേ സ്കൂൾ മുടക്കാറില്ല. സൺഡേ സ്കൂളിൽ അവൻ സ്ഥിരമായി പങ്കെടുക്കുന്ന കുഞ്ഞാണ്. അവൻ പള്ളിയുമായിട്ട് വളരെ അടുത്താണ് അവൻ്റെ മാതാപിതാക്കൾ അവനെ വളർത്തിയത്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് ടൂർ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് ഞായറാഴ്ചയാണ്. എല്ലാവരും പേര് കൊടുത്തു, അവൻ മാത്രം പേര് കൊടുത്തില്ല. കാരണമുണ്ട്, അവൻ്റെ അപ്പനും അമ്മയും ദൈവാലയം വിട്ടുപിരിയാൻ അവനെ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയാണ് അവനെ വളർത്തിയത്. ഏറ്റവും അവസാനം കൂട്ടുകാരുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അവൻ്റെ പേര് കൊടുക്കുന്നുണ്ട് ഈ ടൂർ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി. അന്ന് മുതൽ അവൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു കുറ്റബോധം. ദൈവമേ, ഞായറാഴ്ചയാണ്, രാവിലെ സൺഡേ സ്കൂളിൽ പോകണം. എന്നിട്ടും പേര് കൊടുത്തു, നിർബന്ധത്തിന് വഴങ്ങി പേര് കൊടുത്തു. ഏറ്റവും അവസാനം രാവിലെ ടൂർ പ്രോഗ്രാമിന് പോകുന്ന ബസ് പോകുന്നത് പള്ളിയുടെ വാതിക്കലുള്ള സ്റ്റോപ്പിൽ നിന്നാണ്. അവൻ വണ്ടിക്കകത്ത് കയറിയിരുന്നു. കൂട്ടുകാർ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ മുഖത്ത് വല്ലാത്ത അസ്വസ്ഥതയാണ്. അവനിങ്ങനെ വല്ലാതെ വിഷമിച്ചാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എന്താടാ, ഒരു ടൂർ പോവല്ലേ, നിനക്ക് ഇച്ചിരി കൂടെ സന്തോഷമായിട്ടൊക്കെ ഒന്നിരുന്നുകൂടെ? അവൻ്റെ ഹൃദയം ഇങ്ങനെ കുത്തി വലിക്കുകയാണ്. അവസാനം വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ടൂർ ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും വണ്ടിക്കകത്ത് കിടന്ന് ആനന്ദ നൃത്തം ചവിട്ടി ഇങ്ങനെ തകർക്കുകയാണ്. അവൻ മാത്രം മൗനമായി പുറകിലത്തെ സീറ്റിലിരിക്കുകയാണ്. അവൻ്റെ മൗനം കൂട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം വണ്ടി അധിക ദൂരം പോകുന്നതിന് മുമ്പ് ഈ ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇനി ഈ വണ്ടി മുമ്പോട്ട് പോകരുത്, നിർത്തണം, എനിക്കിവിടെ ഇറങ്ങണം. ഉടനെ കൂട്ടുകാർ അവനോട് ചോദിക്കുന്നുണ്ട്, എന്തേ കുഞ്ഞേ, നീ ഞങ്ങളുടെ കൂടെ ടൂർ വരുന്നില്ലേ? അവൻ പറയുന്നു, ഇല്ല.
കാരണം എൻ്റെ പള്ളിയിൽ മണിയടിക്കുന്നത് എനിക്ക് കേൾക്കാം. അതിൻ്റെ അവസാനത്തെ മണിയടിയും എൻ്റെ കാതിൽ നിന്ന് നേർത്ത് തീരുന്നതിന് മുമ്പേ എനിക്കിവിടെ ഇറങ്ങിയേ മതിയാവും. ഇനിയും എന്നെ മടക്കി വിളിക്കാൻ ഒരുപക്ഷെ ആ മണിയടിയുടെ ശബ്ദം എൻ്റെ കാതിൽ ഇനിയും കേട്ടു എന്ന് വരില്ല. ഒരടിയൂടി വണ്ടി മുമ്പോട്ട് പോയാൽ ആ ശബ്ദം നേർത്ത് ഇല്ലാതായി പോകും. 2026 എൻ്റെ മുമ്പിലിരിക്കുന്ന കോട്ടയം കൊച്ചി ഭദ്രാസനത്തിലെ സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങളും വചനം പറയുന്ന ഞാനും ഒരുപോലെ ഓർത്തിരിക്കേണ്ടത് ഈ 2026 അപ്രകാരമുള്ള ജീവിതത്തിൻ്റെ ചില പാപ വഴികളിൽ നിന്നുള്ള ഒരു മടക്കയാത്രയ്ക്ക് മുഖാന്തരമായി ഈ ദാവീദിൻ്റെ ഈ ഒരു ധ്യാനം ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാവീദിൻ്റെ പരാജയത്തിന് ആക്കം കൂട്ടിയ 3 യാത്രകൾ, ദാവീദിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട ഒരു 3 യാത്രകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 1 കൊട്ടാരത്തിലേക്കുള്ള യാത്ര. 1 കൊട്ടാരത്തിലേക്കുള്ള അവൻ്റെ യാത്ര. വിശുദ്ധ വേദപുസ്തകത്തിൽ ശമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ സേവകരെയും എല്ലാ ഇസ്രയേലിനെയും അയച്ചു. അവർ അമ്മോന്യദേശത്തെ ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരുശലേമിൽ കൊട്ടാരത്തിൽ തന്നെ അവൻ താമസിച്ചു. കഴിഞ്ഞ വർഷം, പിറ്റേ ആണ്ടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തിലേക്ക് പോകണം. കഴിഞ്ഞ വർഷം യുദ്ധക്കളത്തിലുണ്ടായിരുന്ന ദാവീദ് ഈ വർഷം അവൻ കൊട്ടാരത്തിലാണ്. പടക്കളത്തിൽ നിന്ന ദാവീദ് ഈ വർഷം കൊട്ടാരത്തിലാണ്. പിറ്റേ ആണ്ടിൽ പടക്കളത്തിൽ നിൽക്കേണ്ടവൻ പടക്കളത്തിൽ നിന്ന് പിന്മാറുകയാണ്. അവൻ്റെ യാത്ര പടക്കളത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്കാണ്. ഇതവൻ്റെ പരാജയത്തിൻ്റെ 1-ാമത്തെ പടിയായി വിശുദ്ധ വേദപുസ്തകം നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സംഭവം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി മുമ്പോട്ട് പോകാം. ദാവീദും അമോന്യരും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ ഈ വേദഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത്. ആരാണ് അമോന്യർ? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. ലോത്ത് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഓടിപ്പോകുന്ന ഒരു രംഗം വേദപുസ്തകത്തിലുണ്ട്. സോതോം അത് വെന്ത് ചാമ്പലാകുമ്പോൾ ഓടുകയാണ്. അവൻ ഓടുന്നത് സോവാർ എന്ന് പറയുന്ന ദേശത്തേക്കാണ്. അവിടെ നിന്ന് വീണ്ടും അവനൊരു പർവ്വതത്തിലേക്ക് ഓടിയതായി വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പർവ്വതത്തിലേക്ക് ഓടുമ്പോൾ അവനൊരു ഗുഹയിൽ പാർത്തു എന്ന് വേദപുസ്തകത്തിലുണ്ട്. അവിടെ ആ ഓട്ടത്തിലാണ് അവൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോകുന്നത്. അവൻ ഗുഹയിൽ തൻ്റെ മക്കളുമായിട്ട് പാർക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നത്. ലോത്തിൻ്റെ മക്കൾ സ്വന്തം അപ്പന് മദ്യം കൊടുത്ത് അപ്പനെ മയക്കി കിടത്തി അപ്പൻ്റെ കൂടെ കിടന്നുറങ്ങി അപ്പന് സന്തതികൾ ഉണ്ടാവുകയാണ്. മൂത്ത മകൾ മോവാബിനെയും ഇളയ മകൾ ബെനമി അമോന്യരുടെ പിതാവായി തീരുകയാണ്. അങ്ങനെ അമോന്യരുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ അമോന്യരുടെ രാജാവ് മരിക്കുകയാണ്. നാഹാശിൻ്റെ മകൻ ഹാനൂൻ രാജാവാകുകയാണ്. അപ്പനെക്കുറിച്ച് ആശ്വാസവാക്ക് പറയാൻ ദാവീദ് കുറച്ചാളുകളെ അവിടേക്ക് വിടുകയാണ്. എന്നാൽ തെറ്റിദ്ധരിച്ച് ആ വന്ന ആളുകളെ അവരുടെ താടി പകുതി ക്ഷൗരം ചെയ്ത് രാജാവ് തിരിച്ച് മടക്കി അയക്കുകയാണ്. ഇത് ഒരു വലിയ യുദ്ധത്തിന് കാരണമായി തീരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ഇതാ പടക്കളത്തിൽ യുദ്ധം നടക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു യുദ്ധം ജയിക്കുകയാണ്. പിറ്റേ ആണ്ടിൽ അതേ സമയമായപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു. കഴിഞ്ഞ വർഷം പടക്കളത്തിൽ നിന്ന ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ പടക്കളത്തിലില്ല. കാരണം അവൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോന്നു. കഴിഞ്ഞ വർഷം പടക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്തവൻ ഇപ്പോൾ പടക്കളത്തിലില്ല. കാരണം കഴിഞ്ഞ വർഷം അവന് വിജയമുണ്ടായപ്പോൾ ഇനി എൻ്റെ സേന വിജയിക്കുമെന്നുള്ള ഒരു വല്ലാത്ത ആത്മവിശ്വാസം ദാവീദിനെ ഇങ്ങനെ ഭരിക്കുകയാണ്. അതുകൊണ്ട് താൻ ഇനി പടക്കളത്തിൽ വേണ്ട എന്ന് ദാവീദ് തീരുമാനിച്ചു. അവൻ മടങ്ങിപ്പോരുകയാണ്. ദാവീദേ, ഈ 1-ാമത്തെ ഭാഗം ദാവീദിനെ പഠിപ്പിക്കുകയാണ്. ദാവീദേ, നിന്റെ കൊട്ടാരത്തിലേക്കുള്ള മടക്കയാത്രയുണ്ടല്ലോ, അത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന 1-ാമത്തെ പാഠം അവൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പാഠമാണ്, അവൻ്റെ അഹന്തയുടെ പാഠമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, പടക്കളത്തിൽ മുമ്പിൽ നിന്ന് പട നയിക്കേണ്ടവൻ പടക്കളത്തിൽ നിൽക്കാതെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോരുമ്പോൾ ദാവീദ്, നിന്നെ ഭരിച്ച ഒരു വികാരമുണ്ടല്ലോ, അത് ധാർഷ്ട്യമാണ്, യാതൊരു സംശയവുമില്ല. അഹന്തയാണ്, യാതൊരു സംശയവുമില്ല. നീ ജയിക്കുമെന്ന് കരുതിയെടുത്ത് ദാവീദേ, നിന്റെ ജീവിതത്തിൽ നീ തോറ്റു തുടങ്ങുകയാണ്. നീ ജയിക്കുമെന്ന് വല്ലാതെ ആത്മവിശ്വാസം കൊണ്ടെടുത്ത് ദാവീദേ, നിന്റെ വ്യക്തി ജീവിതത്തിൽ നീ തോറ്റു തുടങ്ങുന്നുവെന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആണ്ടിൽ ദാവീദ് 700 തേരാളികളെ 40,000 കുതിരപ്പടയാളികളെ കൊന്ന് ആത്മവിശ്വാസത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ്. പിറ്റേ ആണ്ടിൽ അവൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വേദഭാഗത്ത്
നിങ്ങൾ തിരിച്ച് 8-ാം അധ്യായത്തിലേക്കൊന്ന് പോയി നോക്കിയാൽ 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. കഴിഞ്ഞ ആണ്ടിൽ ദാവീദേ, നിന്റെ മിടുക്കുകൊണ്ട് നീ യുദ്ധം ജയിച്ചു എന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. നിനക്ക് ജയം തന്ന ഒരു യഹോവയായിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ദാവീദിനെ ധാർഷ്ട്യം പിടികൂടിയപ്പോൾ, ദാവീദിന്റെ തലയിൽ അഹങ്കാരം ഇങ്ങനെ വല്ലാതെ മൂത്തപ്പോൾ അവൻ മനസ്സിലായി, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടും, എൻ്റെ കഴിവ് കൊണ്ട് ശത്രു സൈന്യത്തെ ഞാൻ തോൽപ്പിച്ച് കളയുമെന്ന് അവന് തോന്നുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് പടക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ആട്ടിടയൻ്റെ കോലിന് പകരം അധികാരത്തിൻ്റെ ചെങ്കോൽ കയ്യിൽ വെച്ച് ഒരു രാജസിംഹാസനത്തിലേക്ക് കയറ്റിയിരുത്തിയ ദാവീദേ, നീ മറന്നുപോകാതെ നെഞ്ചത്തെഴുതി വെക്കേണ്ട ഒരു പാഠമുണ്ട്. നിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ പിറകിൽ ഒരു ദൈവമുണ്ടായിരുന്നു. നിന്റെ ജീവിതത്തിന്റെ തേരോട്ടങ്ങൾക്ക് പിറകിൽ ഒരു ദൈവമുണ്ടായിരുന്നു. നിന്റെ ജീവിതത്തിന്റെ ജയത്തിന്റെ പിറകിൽ ഒരു ദൈവത്തിന്റെ കൈയുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാവീദ് മറന്നു പോവുകയാണത്. അല്ലെങ്കിൽ തന്നെ ദാവീദിന്റെ ചരിത്രം ഒന്ന് പഠിച്ചേ. ആരാണ് ദാവീദ്? ബേത്ലഹേമനായ യിശായിയുടെ 8-ാമത്തെ മകൻ. വേദപുസ്തകത്തിൽ ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ശമൂവേൽ കൊമ്പിൽ തൈലം എടുത്തുകൊണ്ട് അഭിഷേകം ചെയ്യാൻ ഇശായിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇശായിയുടെ വീട്ടിൽ ചെന്ന് ഇശായിയോട് പറയുന്നുണ്ട്, ഇശായി നിന്റെ മക്കളെ വിളിക്കാൻ പറയുന്നുണ്ട്. ഇശായി മക്കളെ ഒന്നൊന്നായിട്ട് വിളിക്കുന്നുണ്ട്. 7 മക്കളെ വിളിക്കുമ്പോൾ ഇശായി ഒരു സെക്കൻഡ് പോലും ഒരു ഗ്യാപ്പില്ലാതെ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചു. എന്നാൽ 8-ാമത്തെ മകനെ ഇശായി മറന്നു കളഞ്ഞതായി വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറയാം. ശമൂവേൽ ചോദിക്കുന്നുണ്ട്, ഇശായി നിന്റെ മക്കൾ തീർന്നോടാ? ഇശായി നിന്റെ മക്കൾ തീർന്നോ? ഉടനെ ഇശായി പറയുന്നുണ്ട്, ഇല്ല, 8-ാമത്തെ ഒരുത്തനുണ്ട്. അപ്പൻ മറന്നുപോയവന്റെ പേരാണ് ദാവീദ്. സ്വന്തം അപ്പൻ മറന്നുപോയവന്റെ പേരാണ് ദാവീദ്. അപ്പൻ മാത്രമല്ല മറന്നത്, സഹോദരങ്ങൾ മറന്നവന്റെ പേരാണ് ദാവീദ്. വേദപുസ്തകത്തിൽ പടക്കളത്തിൽ ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അപ്പൻ ദാവീദിനോട് പറയുന്നുണ്ട്, മോനെ, പടക്കളത്തിൽ പോയി സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് തിരിച്ചു വരാൻ പറഞ്ഞ് അവരുടെ കയ്യിൽ അപ്പം കൊടുത്തു വിടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഏലിയാബ് അവനോട് കോപിച്ചതായി വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ കുറെ ആടുകളെ വിട്ടിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നത്? ഈ പടക്കളത്തിൽ നിനക്കെന്ത് കാര്യം? സഹോദരങ്ങൾ പുച്ഛിച്ച് തള്ളിയവന്റെ പേരാണ് ദാവീദ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദേശത്തിന്റെ രാജാവ് ശൗല് നിസാരൻ എന്ന് കണ്ടവന്റെ പേരാണ് ദാവീദ്. വേദപുസ്തകത്തിൽ ഈ ദാവീദ് ശൗലിനോട് പറയുന്നുണ്ട്, ഞാൻ അവനുമായിട്ടൊന്ന് യുദ്ധം ചെയ്യട്ടെ. ഉടനെ ശൗൽ പറയുന്ന മറുപടി വേദപുസ്തകത്തിലുണ്ട്, എടാ കുഞ്ഞെ, നീ ഒരു ബാലനാണ്, നിനക്കതിന് കഴിവില്ല. ഒരു ദേശത്തിന്റെ രാജാവ് നിസാരനായി കണ്ടവന്റെ പേരാണ് ദാവീദ്. എല്ലാവരും മറന്നു, സ്വന്തം അപ്പൻ മറന്നു, സഹോദരങ്ങൾ മറന്നു, സ്വന്തം രാജാവ് മറന്നു. എല്ലാവരും മറന്നാലും മറക്കാതെ കൂടെ നിൽക്കുന്നതാണ് ദൈവം. ആരൊക്കെയോ ദൈവമെന്ന് പറയുന്നു. ഞാൻ അതല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത്രയും കോട്ടയം കൊച്ചിക്കാർ അത്രയും വിശുദ്ധരായ മനുഷ്യരായതുകൊണ്ട് ഒറ്റയടിക്ക് ദൈവത്തിൽ പോയി എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും മറന്നാലും അവസാനം വരെ കൂടെ നിൽക്കുന്നവളുടെ പേരാണ് ഭാര്യ. അതെ, അങ്ങനെ തന്നെയാണ്. ഭൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യ ഇങ്ങനെ കൂടെ നിൽക്കും അവസാനം വരെ. അങ്ങനെയാണല്ലോ കഥ. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ അതും പരാജയപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പെട്ടകം ദാവീദിന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവനിങ്ങനെ പഞ്ഞി നൂലങ്കി വസ്ത്രം ധരിച്ച് ഈ പെട്ടകത്തിന്റെ മുമ്പിൽ കിടന്ന് ആനന്ദ നൃത്തം ചവിട്ടുമ്പോൾ ദാവീദിന്റെ ഭാര്യ ശൗലിന്റെ മകൾ മീഖൾ കിളിവാതിലൂടെ നോക്കി ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൻ മറന്നവൻ, സഹോദരങ്ങൾ മറന്നവൻ, രാജാവ് ലഘൂകരിച്ച് കണ്ടവൻ, സ്വന്തം ഭാര്യ മറന്നവൻ, ഏറ്റവും അവസാനം സ്വന്തം മകൻ അബ്ശാലോം, അപ്പന് വിരോധമായി അപ്പനെ തകർക്കാൻ കൂട്ടുകെട്ടുണ്ടാക്കിയ മകൻ. എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, ഒരപ്പന്റെ വിലാപമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാവരും മറന്നെടുത്ത് ദാവീദേ, നിന്നെ അധികാരത്തിന്റെ സിംഹാസനങ്ങളിലേക്ക് കയറ്റിയ, നിന്നെ അധികാരത്തിന്റെ ഉത്തംഗ ശൃംഗങ്ങളിലേക്ക് കൊണ്ടുപോയ ഒരു സർവശക്തനായ തമ്പുരാനുണ്ട്. നിന്റെ ജീവിതത്തിന്റെ പടയോട്ടങ്ങൾക്ക് പിന്നിൽ നീ മറന്നു കളയാതെ, നീ ഓർത്തു വെക്കണ്ട ഒരു അവിസ്മരണീയമായ റേഡുണ്ട്. നിന്റെ ജീവിതത്തിന്റെ വിജയങ്ങളുടെ പിന്നിൽ തമ്പുരാനുണ്ട്, നീ മറക്കരുത്. പിറ്റേയാണ്ടിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ധാർഷ്ട്യം നിന്റെ കണ്ണുകളെ മൂടിയെങ്കിൽ, അഹങ്കാരം നിന്നെ മത്ത് പിടിപ്പിച്ച് കളഞ്ഞെങ്കിൽ, ദാവീദേ, നീ തോക്കാൻ പോവുകയാണ്. കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസി, ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി ദൈവം തമ്പുരാൻ തന്ന് അധികാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം തമ്പുരാൻ പടിപടിയായി കൈ പിടിച്ചുയരങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ നിന്റെ ദൈവത്തെ മറന്ന്
അഹങ്കാരത്തിന്റെ നിഗളത്തിന്റെ കൊടുമുടികളിൽ ഞാൻ നിങ്ങളുമായിട്ടുണ്ട് എങ്കിൽ ഈ 2026 ജനുവരി മാസം 7-ാം തീയതി തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മടങ്ങിപ്പോണം, പഴയ നൈർമല്യത്തിലേക്ക് തിരികെ പോയേ മതിയാവും. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളുടെ പിന്നിലുള്ള തമ്പുരാനെ നീ വിസ്മരിച്ച് കളയരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒബദ്യാവിന്റെ പുസ്തകം അതിനാകെ ഒരു അധ്യായമേ ഉള്ളൂ. അതിൻ്റെ ആദ്യ വാക്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 2-ാം വാക്യം, ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ അല്പമാക്കിയിരിക്കുന്നു. ആരെക്കുറിച്ചാണ്? ഏദോമിനെ കുറിച്ചാണ്. നീ അത്യന്തം ധിക്കരിക്കപ്പെട്ടിരിക്കുന്നു. പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആറെന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായുള്ളവേ, നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഏദോമിനെ കുറിച്ചുള്ള പ്രവചനമാണ്. നീ എത്രമാത്രം ഉയർന്നുവെന്ന് അവകാശപ്പെട്ടാലും, നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവകാശപ്പെട്ടാലും, പാറപ്പിളർപ്പുകൾ 3 സൈഡും ഇങ്ങനെ സംരക്ഷണം ഒരുക്കിയ പാറപ്പിളർപ്പുകളിൽ, പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാട്, ഞാൻ നിന്നെ അവിടെ നിന്ന് താഴെ ഇറക്കും, മറന്നു പോകരുത്. ആരും എന്നെ തൊടാനില്ല, ആരും എന്നെ നോക്കാനില്ല, എനിക്കെന്തും കഴിയുമെന്നുള്ള ദാവീദ് എന്നിൻ്റെ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് നിന്റെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണമാണ്. മറന്നു പോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു പുരോഹിത കുടുംബമുണ്ട്, ഏലി പുരോഹിതൻ. 2 മക്കളാണ്, ഹൊഫ്നിയും ഫിനഹാസും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പൻ മക്കളോട് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: മക്കളെ, നിങ്ങളുടെ ദുഷ്ടത ജനം മുഴുവൻ പറയാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഹങ്കാരം നിങ്ങളെ തകർത്ത് കളയുന്നു. ഞാൻ അങ്ങനെയൊക്കെ കേൾക്കുന്നു. പാടില്ല, അഹങ്കരിച്ചു പോകരുത്. ദൈവസന്നിധിയിൽ ഏഫോദ് ധരിക്കാൻ ഭാഗ്യം കിട്ടിയ മക്കൾ, ഇതിനേക്കാൾ വലിയ പ്രിവിലേജ് എന്താണ്? പക്ഷേ നിന്റെ ഹൃദയത്തിൻ്റെ നിഗളം നിന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും അഹങ്കാരികളും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ആ ചെറുപ്പക്കാർ യഹോവയുടെ വഴിപാടിനെ നിന്ദിച്ച് അവനെ ദുഃഖിപ്പിച്ചു. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം ശയിച്ചു. പാവങ്ങൾ യാഗം കഴിക്കുമ്പോൾ മുപ്പല്ലിയുമായി മേധസ്സെടുത്ത് അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പനും മക്കളും ഒരേപോലെ പട്ടുപോകുന്ന ജീവിതങ്ങൾ നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, കോട്ടയം കൊച്ചി ഭദ്രാസനത്തോടും ഇന്നിവിടെ ചേർന്ന് വന്നിരിക്കുന്ന നമ്മളോടുമാണ് ചോദ്യം. നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പടയോട്ടങ്ങളിൽ ദൈവം തമ്പുരാൻ കൈപിടിച്ച് നിന്നെ മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ നടത്തിയ തമ്പുരാനെ മറന്ന് അഹങ്കാരം നിന്റെ തലയ്ക്ക് പിടിച്ചെങ്കിൽ ഇന്ന് രാത്രി മടങ്ങിപ്പോകണം. നിന്റെ ജീവിതത്തിൻ്റെ പഴയ നൈർമല്യങ്ങൾക്ക്. വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്, ശൗൽ എന്നാണ് അവൻ്റെ പേര്. അധികാരത്തിൻ്റെ പത്രം പിടിച്ചുകൊണ്ട്, റോമ ഗവൺമെന്റിന്റെ അധികാരത്തിൻ്റെ പത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയെ മുടിക്കാനിറങ്ങിയവൻ, മുമ്പിൽ കാണുന്നവരെയൊക്കെ തച്ചുടച്ച് കളഞ്ഞവൻ, വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനുഷ്യരെയൊക്കെ വല്ലാതെ കൊന്നൊടുക്കിയ മനുഷ്യൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം അവനെ പിടിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി എന്നാ പറയുന്നത്. അവൻ കണ്ണ് കാണാതെ നടന്നു. കുറെ കഴിയുമ്പോൾ അനന്യാസ് എന്ന് പറയുന്ന ദൈവപുരുഷൻ അവൻ്റെ കണ്ണിൽ തൊടുന്നുണ്ട്. ഉടനെ ഇങ്ങനെയാണ് വേദപുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്: ചെതുമ്പൽ പോലെ അവൻ്റെ കണ്ണിൽ നിന്നെന്തോ ഇളകി വീണു. എടാ ശൗലേ, നിന്റെ കണ്ണിനെ ബാധിച്ചിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ ചെതുമ്പലുകളുണ്ടല്ലോ, നിന്റെ കണ്ണിന്റെ കാഴ്ചയെ മറച്ചിരിക്കുന്ന അഹങ്കാരത്തിന്റെ ചെതുമ്പലുകളുണ്ടല്ലോ, അനന്യാസ് എന്ന് പറയുന്ന ദൈവപുരുഷൻ തൊട്ടപ്പോൾ അത് ഇളകിപ്പോയി എന്ന് വേദപുസ്തകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ ശുശ്രൂഷ ചെയ്ത ഒരു ദൈവാലയത്തിനടുത്ത് ഒരു ഭവനമുണ്ടായിരുന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ പള്ളിയിൽ സൺഡേ സ്കൂളിന് പോകുമ്പോൾ, എല്ലാവരും രാവിലെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബം അപ്പനും മക്കളും അവിടെ വട്ടം കൂടിയിരുന്ന് ചീട്ട് കളിക്കുന്ന ഒരു രംഗമുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ പണം ഇഷ്ടം പോലെയുണ്ട്. ദൈവം തമ്പുരാൻ ഇഷ്ടം പോലെ സമ്പാദ്യങ്ങളെ കൊടുത്തിട്ടുണ്ട്. സമൃദ്ധി ധാരാളം ദൈവം തമ്പുരാൻ കൊടുത്തു. അപ്പനും മക്കളും കൂടെ ഞായറാഴ്ച രാവിലെ വഴിയരികിലിരുന്ന് ചീട്ട് കളിക്കും. അവരുടെ തലയിൽ ഇങ്ങനെ വലിയ കിരീടം വെക്കും. ചെവിയിൽ കുണുക്കെന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഒരു വെള്ളക്കായിൽ 2 ഈർക്കിൽ കുത്തി ചെവിയിൽ ഇങ്ങനെ ഇടും. ഒരു സത്യക്രിസ്ത്യാനി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, സകല മനുഷ്യനും ദൈവാലയത്തിൽ പോകുമ്പോൾ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ഞായറാഴ്ച രാവിലെ വഴിയരികിൽ നിന്ന് ചീട്ട് കളിച്ച, ദൈവത്തെ മറന്നു കളഞ്ഞ, അഹങ്കാരം മൂത്ത ഒരു മനുഷ്യന്റെ ജീവചരിത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ദേശത്തൂടെ പോയാൽ മുച്ചൂട് മുടിഞ്ഞുപോയി ജീവിതം, മുച്ചൂട് തകർന്നുപോയി ജീവിതം. എന്തുകൊണ്ട്? ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങൾ തന്നപ്പോൾ, ദൈവം തമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ചപ്പോൾ,
ദൈവം തമ്പുരാൻ ഒന്നിനു പുറകെ ഒന്നൊന്നായി നിന്റെ ജീവിതത്തോട് നന്മ ചേർത്ത് വെച്ചപ്പോൾ നീ അറിഞ്ഞോ അറിയാതെയോ നീ കരുതിയത് ഇത് നീ നേടിയതാണെന്ന, ഇത് നിന്റെ കഴിവ് കൊണ്ട് നീ നേടിയതാണെന്ന. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യൻ ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. യാക്കോബ് എന്നാണ് അവന്റെ പേര്. 11 ആൺമക്കളുള്ള ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയ യാക്കോബിന്റെ ചിത്രം ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ തുടയലിന് ബലമുണ്ടെന്ന് കരുതി ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയവൻ 11 ആൺമക്കൾ. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൽ ഇഷ്ടംപോലെ കന്നുകാലികൾ, ആടുമാടുകൾ, ഒട്ടകങ്ങൾ. സമ്പന്നനായിരിക്കുന്ന യാക്കോബേ, നിനക്ക് പറ്റിപ്പോയൊരു അപകടമുണ്ട്. നിന്റെ തുടയലിന് ബലമുണ്ട് എന്ന് നീ കരുതിയെങ്കിൽ തെറ്റിപ്പോയി. ദൈവം തമ്പുരാൻ അവന്റെ തുടയിൽ തൊട്ടു, തുടയുടെ തടമുളുക്കിപ്പോയി എന്ന് വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. യാക്കോബേ, നിന്റെ തുടയലിന് ബലമുണ്ട് എന്ന് നീ കരുതിയെങ്കിൽ, നീ ചെയ്തു കൂട്ടിയതും നീ വാരിക്കൂട്ടിയതുമൊക്കെ നിന്നെ സഹായിക്കുമെന്ന് നീ കരുതിയെങ്കിൽ, ഇല്ല, ദൈവം ഒരുവൻ മാത്രമാണ് നിന്റെ ജീവിതത്തിന് ആധാരമെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ തിരിച്ചറിവുണ്ടായേ മതിയാവും. ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങളെ തന്നപ്പോൾ മാർത്തോമാ സഭ മറ്റ് സഭയുമായി കേസ് നടക്കുന്ന കാലം ചരിത്ര പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലാതെ ഇറങ്ങി വന്നപ്പോൾ കൊച്ചുവറീദ് എന്ന് പറയുന്ന മനുഷ്യൻ മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് എല്ലാം തോറ്റുപോയി എന്ന് പറഞ്ഞപ്പോൾ കരയാൻ കണ്ണുനീരും തുറന്ന പുസ്തകമുള്ളിടത്തോളം കാലം ഈ സഭയ്ക്ക് ദോഷം വരില്ല കൊച്ചുവറീദ് എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാരുണ്ടായിരുന്ന സഭ. എന്നാൽ ഇന്ന് ദൈവാലയങ്ങളായി, ഇൻസ്റ്റിറ്റ്യൂഷനുകളായി, പണമായി, എല്ലാമായി. പക്ഷേ എവിടെയോ ഒരു അഹന്തയുടെ ചിറക്, എവിടെയോ ഒരു ധാർഷ്ട്യത്തിന്റെ എലമെന്റ് നിന്റെ കണ്ണുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുന്ന സന്തോഷിച്ച നിന്നോടും വചനം കേൾക്കുന്ന ദൈവജനത്തോടും തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് നിന്റെ ധാർഷ്ട്യത്തിന്റെ പാഠമാണ്, ഇത് ധാർഷ്ട്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ദാവീദേ, നീ പരാജയപ്പെടും. ദാവീദേ, അഹങ്കാരം നിന്നെ കീഴ്പ്പെടുത്തിയാൽ നീ പരാജയപ്പെട്ടു പോകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കോവിഡ് കാലം, ഒരു പ്രളയകാലം ഒക്കെ നമ്മളെ എന്തെല്ലാം പഠിപ്പിച്ചു. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്, മധ്യപ്രദേശിൻ്റെ തലസ്ഥാനത്താണ്. നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനിക്കെതിരെ വല്ലാത്ത പീഡനങ്ങൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്ന ഒരു കാലമാണ്. സഭ ഇപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം നന്നായി പോയപ്പോൾ ആരും എന്നെ തൊടില്ല എന്ന് കരുതി ഞാനും നിങ്ങളൊക്കെ ദൈവസന്നിധിയിൽ മതിമറന്നു പോയൊരു കാലമുണ്ടായിരുന്നു. പ്രാവശ്യത്തെ ക്രിസ്മസിന് എൻ്റെ പള്ളിക്ക് പോലീസ് പ്രൊട്ടക്ഷനായിരുന്നു. പോലീസ് പ്രൊട്ടക്ഷനിൽ ദൈവാലയത്തിൽ വിശുദ്ധ കുർബാന നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതത്തിൽ എവിടെയെങ്കിലും ഞാനും നിങ്ങളും തമ്പുരാനെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചില പാഠങ്ങളിലൂടെ അവൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഇത്തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അച്ഛന്മാരെ വിമർശിച്ച്, സഭാജനങ്ങളെ വിമർശിച്ച്, സുവിശേഷകരെ വിമർശിച്ച്, മെത്രാന്മാരെ വിമർശിച്ച് ആരും എന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതി അധികാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ, ദൈവസന്നിധിയിൽ എനിക്ക് പണമുണ്ട്, എന്നെ തൊടാൻ ആരുമില്ല എന്ന് കരുതുന്നെങ്കിൽ, ഭക്തനായ സാധു കൊച്ചു കുഞ്ഞുപദേശി ഇങ്ങനെ പാടി വെച്ചിട്ടുണ്ട്: കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ കോട്ടയ്ക്കാക് തേക്കും മൃത്യു ചെല്ലും, 10,000 നീല പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. 10,000 നീല പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ഒറ്റ സെക്കൻഡ് കൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനും നിങ്ങളും തകർന്നു പോകും. ഈ ജീവിതം നിസ്സാരമായി പോകും. അതുകൊണ്ട് അഹങ്കരിക്കാൻ എന്തിരിക്കുന്നു നമുക്ക്? ദൈവസന്നിധിയിൽ നിഗളിക്കാൻ എന്തിരിക്കുന്നു? പണ്ട് കാലത്തൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, ഈ സാധാരണ വീടുകളിലൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പോൾ അവിടെ ഒരു അടി നടക്കും. സാധാരണ വീടുകളിൽ സാധാരണ ഒരു അടി നടക്കും. അപ്പനും അമ്മയും തമ്മിലാണ്. ഉടനെ ഈ കുഞ്ഞിൻ്റെ പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പോൾ ഉടനെ അപ്പൻ പറയും, നോക്കടി, അവന് 100-ൽ 100 മാർക്കാണ്, അവൻ അല്ലെങ്കിലും അപ്പൻ്റെ മകനാണ്, എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം ഒട്ടും നഷ്ടപ്പെടാതെ അവൻ കാത്തു സൂക്ഷിച്ചു. ഉടനെ അമ്മ പറയും, പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ പഴയ SLC ബുക്ക് കാണിക്കാതിരിക്കുന്ന ഭേദം, അവൻ എൻ്റെ മകനാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും മിടുക്കരാണ്. അങ്ങനെ പറഞ്ഞ് വലിയൊരു അടി സാധാരണയായിട്ട് നടക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഭവനത്തിൽ കുഞ്ഞിൻ്റെ പ്രോഗ്രസ് കാർഡ് നിറയെ മാർക്ക് കിട്ടുമ്പോൾ ആ കുഞ്ഞിനെ പിടിച്ച് മുമ്പിലിരുത്തി, മോനെ, ഇത് ദൈവം തന്നതാണ് ഈ അനുഗ്രഹമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞുപോയി. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ അനുഗ്രഹങ്ങളുടെ പിൻപിൽ ഒരു തമ്പുരാൻ നിൽപ്പുണ്ട്.
ഇതൊക്കെ നിന്റെ കഴിവാണ് എന്ന് നീ കരുതി പോയിട്ടുണ്ടെങ്കിൽ, നീ നേടിയത്, നീ സമ്പാദിച്ചത്, ഇന്ന് നിനക്ക് കാണുന്നത് നിന്റെ കഴിവാണ് എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും തെറ്റുപറ്റിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സാധാരണ ഇലക്ഷൻ നടക്കുന്നതായ സമയത്ത് മെത്രോപൊളിത്ത തിരുമേനിയുടെ ഒരു കൽപ്പന വരാറുണ്ട്: മദ്യപിക്കുന്നവരെ ആരെയും ഈ സ്ഥാനത്തേക്ക് എടുക്കരുത്. എനിക്ക് തോന്നുന്ന കൽപ്പന ചിലരോടൊന്ന് മാറ്റി എഴുതുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ ഇനി മാറ്റണമെന്ന് പറഞ്ഞതുകൊണ്ട് അപകടമൊന്നും ഉണ്ടാവരുതേ. കാരണം എനിക്ക് തോന്നുന്നു മദ്യപിക്കുന്നവരൊക്കെ ഇച്ചിരൂടെ നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ കൽപ്പന ഇങ്ങനെ എഴുതണം: അഹങ്കാരികളായ മനുഷ്യരെ ദൈവാലയത്തിൻ്റെ മുഖ്യസ്ഥാനങ്ങളിൽ എടുക്കരുത് എന്നുള്ളത്. വല്ലാത്ത നിഗളം, അഹങ്കാരം, ധാർഷ്ട്യം. എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. ദാവീദേ, നിന്റെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ ആണി അടിച്ചടാ. ധാർഷ്ട്യം നിന്റെ കണ്ണുകളെ മൂടിയപ്പോൾ നിന്റെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ ആണി അടിച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. അങ്ങനെയാണ് എങ്കിൽ ദാവീദ് തോറ്റ ഒന്നാമത്തെ സ്ഥലം കൊട്ടാരത്തിലേക്കുള്ള അവൻ്റെ പിന്മാറ്റം, പടക്കളത്തിൽ നിന്നുള്ള കൊട്ടാരത്തിലേക്കുള്ള പിന്മാറ്റം അവൻ്റെ ജീവിതത്തിൻ്റെ അധപതനത്തിന് കാരണമായി. അവൻ്റെ രണ്ടാമത്തെ യാത്ര, വേദപുസ്തകം സുപരിചിതമാണ് നിങ്ങൾക്ക്, ഒരു കൊലപാതകത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അത് ഒരലസതയുടെ പാഠമാണ്. ഒന്ന്, കൊട്ടാരത്തിലേക്കുള്ള യാത്ര ഒരു ധാർഷ്ട്യത്തിൻ്റെ പാഠമാണെങ്കിൽ, കൊലപാതകത്തിലേക്കുള്ള ഈ ദാവീദിൻ്റെ രണ്ടാമത്തെ യാത്ര അതൊരലസതയുടെ പാഠമായി വേദപുസ്തകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്: വേദപുസ്തകത്തിൽ അവൻ മട്ടുപ്പാവിൽ അവൻ അലസനായി ഉലാത്തിക്കൊണ്ടിരുന്നു. അലസത ദാവീദിന്റെ കണ്ണുകളെ ബാധിച്ചപ്പോൾ അവൻ്റെ യാത്ര ഒരു കൊലപാതകത്തിലേക്കാണ്. മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അഹന്തയിൽ തുടങ്ങി ഇപ്പോൾ കൊലപാതകത്തിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ നോക്കുക, വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദാവീദ് യോവാബിനൊരു കത്തെഴുതി, പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ടുമാറുവീൻ. ഒരലസത മൂലം ദാവീദ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപം വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇതവൻ്റെ ഒരു അലംഭാവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പടക്കളത്തിൽ പടയാളികൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൻ മട്ടുപ്പാവിൽ അലസനായി ഉലാത്തിക്കൊണ്ടിരുന്നു. ദാവീദേ, നിനക്ക് തെറ്റുപറ്റിയടാ. കാരണം നിന്റെ ജനം പടക്കളത്തിൽ യുദ്ധം ചെയ്യുകയാണ്. വളരെ ജാഗ്രതയോടെ, വളരെ ശ്രദ്ധാപൂർവം ഇരിക്കേണ്ട നിനക്ക് എങ്ങനെയാണ് ഇന്ന് ഈ കൊട്ടാരത്തിൽ അലസനായി ഇരിക്കാൻ കഴിയുക? മട്ടുപ്പാവ് നിന്നെ അലസനാക്കി ദാവീദേ. പടക്കളത്തിൽ യുദ്ധം നടക്കുമ്പോൾ എങ്ങനെയാണ് നിനക്കിങ്ങനെ ഉലാത്താനായിട്ട് കഴിയുക? ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയത്ത് വേദപുസ്തകത്തിൽ ഒരു മനുഷ്യൻ്റെ ജാഗ്രതയെ സൂചിപ്പിക്കാൻ നിരവധി വാക്കുകൾ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. നിന്റെ അരമുറുക്കുക, നിന്റെ വിളക്ക് കത്തുക, നീ ഉണർന്നിരിക്കുക. ജാഗ്രതയോടെ ശ്രദ്ധാപൂർവം ഇരിക്കേണ്ടവൻ ശ്രദ്ധാപൂർവം ഇരുന്നില്ല എന്ന് വേദപുസ്തകം എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ കാനാവിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ വീട്ടുടമസ്ഥൻ അവിടെ ശ്രദ്ധക്കുറവ് കാണിച്ചു എന്ന് വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ദൈവം തമ്പുരാനെ കല്യാണത്തിന് വിളിച്ച ഒരു വീടാണ് കാനാവിലെ വീട് എന്ന് പറയുന്ന. കർത്താവിനെയും അവൻ്റെ അമ്മ മറിയയും ക്ഷണിച്ച ഒരു വീടാണ്. വളരെ ജാഗ്രതയോടെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെ ചെയ്യേണ്ട വീട്ടുടമസ്ഥൻ അലംഭാവം കാണിച്ചപ്പോൾ ആ വീട്ടിൽ ഒരു വലിയ പരാജയം ഉണ്ടായതായി വിശുദ്ധ വേദപുസ്തകം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജാഗ്രത നഷ്ടപ്പെട്ടു പോയപ്പോൾ ദാവീദ് എവിടെയെല്ലാം തെറ്റിപ്പോയി. ഒന്ന്, അവൻ്റെ പ്രതിയോഗിയെ അവൻ മറന്നുപോയി. ദാവീദ് ഇപ്പോൾ പറയുന്നത്, നീ ആരെ മുമ്പിൽ നിർത്തിക്കൊല്ലാനാ പറയുന്നത്? ഊരിയാവിനെ നിർത്തിക്കൊല്ലാൻ. ദാവീദ്, നിനക്ക് തെറ്റിയടാ. നിന്റെ പ്രതിയോഗി അമോന്യരാണ്, നിന്റെ പ്രതിയോഗി അരാമ്യരാണ്. നീ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ കോപ്പ് കൂട്ടി ഇറങ്ങിയവനാണ്. പക്ഷേ ഇപ്പോൾ നിന്റെ യുദ്ധം ആരോടാണെന്നറിയാമോ? നിന്റെ കൂട്ടത്തിലുള്ള ഊരിയാവിനോടാണ് യുദ്ധം. ദാവീദേ, ഈ അലസത നിന്നെ കൊണ്ട് എന്ന് എത്തിച്ചത് എവിടാണെന്നറിയാമോ? നിന്റെ പ്രതിയോഗി ആരാണെന്ന് നീ മറന്നുപോയി. നിന്റെ ഫോക്കസ് നീ മറന്നുപോയി. നീ ഇറങ്ങിയത് ആർക്കെതിരെ? ഇപ്പോൾ നീ ചെന്ന് നിൽക്കുന്നത് ആർക്കെതിരെ? ഇത് ജീവിതത്തിന്റെ വലിയ പാപമായി പോകുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കൂട്ടത്തിൽപ്പെട്ടവനെതിരെയാണ്. അവനാണിപ്പോൾ ദാവീദിന്റെ പൊതു ശത്രുവായി തീരുന്നത്. വേദപുസ്തകത്തിൽ കർത്താവിനെ ഒറ്റുകൊടുക്കുന്ന രാത്രി ജാഗ്രതയോടിരിക്കേണ്ട യൂദാസ് ജാഗ്രതയോടെ ഇരിക്കാഞ്ഞത് കൊണ്ട് അവൻ ഒറ്റിയത് കൂടപ്പുറപ്പിനെയാണ്, സ്വന്തം ഗുരുവിനെയാണ്. കർത്താവ് പീഡാസഹനമേൽക്കുന്ന രാത്രിയിൽ ജാഗ്രതയോടിരിക്കേണ്ട പത്രോസ്
നടുമുറ്റത്ത് അലസനായിരുന്നപ്പോൾ പത്രോസേ, നീ ഒറ്റിയത് നിന്റെ കൂടപ്പുറപ്പിനെയാണ്. അലസത നിന്നെ കൊണ്ട് എന്നെത്തിക്കുന്നത് എവിടെയാണ്? നിന്റെ പ്രതിയോഗിയെ നീ മറന്നുപോകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ഇതാ ഈ ദാവീദ് അവന്റെ പ്രതിയോഗിയെ അവൻ മറന്നുപോയി. ഒരു നേരത്തെ അലസത. ആർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയോ അവനിൽ നിന്ന് മാറി മറ്റു പലർക്കുമെതിരെ അവൻ വാളെടുക്കുകയാണ്. രണ്ടാമതായിട്ട് അലസത അവനെ എന്തിന് കാരണമാക്കി എന്ന് വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. പ്രമാണം മറന്നുപോയി. ഒന്ന്, പ്രതിയോഗിയെ അവൻ മറന്നു. രണ്ട്, പ്രമാണം മറന്നു. നോക്കുക, വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ്. ദാവീദിനൊരു പ്രമാണം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, വേദപുസ്തകം വായിക്കുമ്പോൾ ദാവീദ് ഒരു ബാലനായിരിക്കുമ്പോൾ അവൻ ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്, ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാൻ രാജാവിനോട് അവൻ അപേക്ഷിക്കുന്നുണ്ട്. രാജാവ് അവനോട് പറഞ്ഞു, ദാവീദേ, നീ ഒരു കാര്യം ചെയ്യുക, നീ യുദ്ധം ചെയ്യുക. ഉടനെ ശൗൽ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ പടയങ്കി ഊരി അവനെ ധരിപ്പിച്ചു. അവൻ്റെ തലയിൽ താമ്ര ശിരസ്ത്രം വെച്ചു. തൻ്റെ കവചം അവനെ ഇടിവിച്ചു. പടയങ്കിയുടെ പുറത്ത് ഒരു വാളും വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഉടനെ ദാവീദ് പറഞ്ഞൊരു മറുപടി വേദപുസ്തകത്തിലുണ്ട്. എനിക്ക് ഇതിട്ട് ശീലമില്ല, എനിക്കിതുകൊണ്ട് പറ്റത്തില്ല, എനിക്കിതത്ര പരിചയമുള്ളതല്ല, ചേർച്ചയില്ലാത്തത് ഇട്ടാൽ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഒന്നൊന്നായി അഴിച്ചു വെച്ചു. എന്നിട്ടൊരു കമണയും കല്ലുമായി അവൻ ഗോലിയാത്തിനോട് യുദ്ധം തുടങ്ങി. കാരണം, ദാവീദേ, വർഷങ്ങൾക്ക് മുമ്പ് നിനക്കൊരു പ്രമാണമുണ്ട്, ചേർച്ചയല്ലാത്തത്, എനിക്ക് യോഗ്യമല്ലാത്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഊരി വെച്ച ഒരു ചരിത്രം നിനക്കുണ്ട്. എന്നാൽ ഇന്ന് നിനക്ക് ചേർച്ചയല്ലാത്തത് കൈപ്പടിയിൽ ഒതുക്കാൻ എങ്ങനെ നിനക്ക് ധൈര്യം വന്നു? നീ തെറ്റിച്ചു കളഞ്ഞല്ലോടാ പ്രമാണം. നിനക്ക് യോഗ്യമല്ലാത്തത്, നിനക്ക് ചേർച്ചയല്ലാത്തത് ഇന്ന് ഒരു സങ്കോചവും കൂടാതെ കയ്യിലെടുക്കാൻ, അപഹരിക്കാൻ എവിടുന്ന് കിട്ടിയ നിനക്ക് ധൈര്യം? ജീവിതത്തിൽ അലസത കയറിയാൽ പ്രമാണം മറന്നുപോകും. പ്രിയമുള്ളവരെ, ഇന്ന് ജീവിതത്തിന്റെ പ്രമാണങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അലസത കണ്ണുകളെ ബാധിച്ചപ്പോൾ സത്യക്രിസ്ത്യാനി പ്രമാണം മറന്നില്ലേ? എന്തായിരുന്നു പ്രമാണം? എന്തായിരുന്നു നിന്റെ ജീവിതത്തിന്റെ തീരുമാനം? മറന്നുപോയില്ലേ പ്രിയമുള്ളവരെ? ഇന്ന് കാണുന്നിടത്തെല്ലാം ഓക്സിയോസിയൊല്ലുന്ന സത്യക്രിസ്ത്യാനിയായി നമ്മൾ മാറിപ്പോയില്ലേ? ഒരു തരം അലസത, ഒരു തരം അലംഭാവം എന്നെയും നിങ്ങളെയും ജീവിതത്തിന്റെ ചില പ്രമാണങ്ങളിൽ നിന്ന് മാറ്റിവിട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സഭയ്ക്ക് തുറന്ന പുസ്തകവുമായി ഇറങ്ങിത്തിരിച്ച സഭയെ ഈ കാലഘട്ടത്തിൽ ഒരു അലസതയുണ്ടല്ലോ, എന്നെയും നിങ്ങളെയും വഴിമാറ്റി വിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ പറയുകയാണ്, നീ ചെല്ലുന്ന ദേശത്തെ നടപ്പ് പോലെ നീ നടക്കരുത്, നീ വന്ന ദേശത്തെ നടപ്പ് പോലെയും നീ നടക്കരുത്, മറിച്ച് നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമാവണ്ണം നീ നടക്കണമെന്ന് ഞാൻ നിന്നെ പ്രബോധിപ്പിക്കുകയാണ്. ദാവീദ് മറന്നത് പ്രമാണമാണ്. ഒന്ന്, അവൻ പ്രതിയോഗിയെ മറന്നു. രണ്ട്, അവൻ പ്രമാണം മറന്നു. മൂന്നാമതായിട്ട് അവന് പറ്റിപ്പോയ ഏറ്റവും വലിയ ഒരു പ്രയാസം, അവൻ പക്വതയില്ലാതെ പോയി എന്നുള്ളതാണ്. തിരിച്ചറിവ് ഇല്ലാത്ത മനുഷ്യനായി അധപ്പതിച്ചു പോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വായിച്ചാൽ ഊരിയാവിനോട് അവൻ പറയുന്നുണ്ട്, ഊരിയാവേ, നീ പോയി നിന്റെ ഭാര്യയോടൊപ്പം ശയിക്കുക, നീ അകത്തു പോകുക, നിന്റെ വീട്ടിലേക്ക് പോകുക. ഉടനെ ഊരിയാവ് പറയുന്നൊരു മറുപടി ശ്രദ്ധേയമാണ്. ഇല്ല യജമാനനെ, ഞാൻ പോകില്ല. കാരണം എൻ്റെ ജനം പടക്കളത്തിൽ നിൽക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് പോകാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യമേ ഇവിടെയുള്ളൂ, ദാവീദേ, ഊരിയാവിനുണ്ടായിരുന്ന ഒരു തിരിച്ചറിവ് പോലും നിനക്കില്ലാതെ പോയല്ലോടാ. ഊരിയാവിനുണ്ടായിരുന്ന ഒരു തിരിച്ചറിവ് പോലും ഇന്ന് രാത്രി ദാവീദേ നിനക്കില്ലാതെ പോയല്ലോ എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവനെ ലഹരി പിടിപ്പിച്ചിട്ട് പോലും അവൻ അവിടെ നിന്ന് കയറിപ്പോയില്ല എന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. ദാവീദേ, നീ തോക്കുമെടാ. കാരണം നിന്റെ അലസത നിന്നെ കൊണ്ട് എന്ന് എത്തിച്ചത് എവിടെയാണെന്നറിയാമോ? നിന്റെ പ്രതിയോഗി ആരാണെന്ന് നീ മറന്നുപോയി. നിന്റെ ജീവിതത്തിന്റെ പ്രമാണം നീ മറന്നുപോയി. നിന്റെ ജീവിതത്തിന്റെ തിരിച്ചറിവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി നിന്റെ പതനത്തിന്റെ ഏറ്റവും അതികഠിനമായ കാഠിന്യത്തിലേക്ക് നീ വഴുതി പോവുകയാണ്. മറന്നു പോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് ജനിച്ചു എന്നറിഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച വിദ്വാൻമാരുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അവർ വന്ന് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയി. നക്ഷത്രം വെളിയിൽ കാത്തു നിന്നിട്ടും അവർ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി. ഒരു നേരത്തെ അശ്രദ്ധ, ഒരു സെക്കൻഡിലെ അശ്രദ്ധ എത്രയോ കുഞ്ഞുങ്ങളുടെ ജീവിതം
ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയെന്നറിയാമോ? ഒരു സെക്കൻഡ് വിദ്വാൻമാർ ആ കൊട്ടാരത്തിൽ കയറിയതുകൊണ്ട് സംഭവിച്ചത് എത്ര ജീവിതങ്ങൾ ഈ ഭൂമിയിൽ പട്ടുപോയെന്നറിയാമോ? അങ്ങനെയാണ് എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു സെക്കൻഡ് സത്യക്രിസ്ത്യാനി, നിന്റെ അലസത, നിന്റെ അലംഭാവം നീണ്ട ദുഃഖത്തിന് കാരണമായി തീരുമെന്ന് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കോവിഡ് കഴിഞ്ഞപ്പോൾ എനിക്കും നിങ്ങൾക്കും സംഭവിച്ചു പോയ ഒരു അലസതയുണ്ട്, ഒരു മാന്യമുണ്ട്. പണ്ട് അച്ഛന്മാരെ കണ്ടാൽ ചോദിക്കുന്നത് ഏത് പള്ളിയിലായിരിക്കുന്നത്, എത്ര വീട്ടുകാരുണ്ടെന്നൊക്കെയായിരുന്നു. ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം പള്ളിയിൽ എത്ര പേര് കുർബാനയ്ക്ക് വരുന്നെന്നാണ്. ഒരു കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ ആളില്ല, കൺവെൻഷൻ ആളില്ല. കഴിഞ്ഞ ദിവസം വചനം പ്രസംഗിക്കാമെന്ന ഒരു അച്ഛൻ പറയുകയാണ്, മധ്യ തിരുവിതാംകൂറിൽ ഒരു സ്ഥലത്തും കൺവെൻഷൻ ആളില്ല. പിന്നെയും തെക്കൻ തിരുവിതാംകൂറിൽ കുറച്ചുകൂടെ ആളുകൾ വരുന്നു, ഒരിടത്തും ആളില്ല. കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ സത്യക്രിസ്ത്യാനി മാർത്തോമക്കാരാ ഒരു തരം നിസ്സംഗത നിന്നെ ബാധിച്ചിട്ടുണ്ട്. ഒന്നും ഒരു കൂസലില്ല, ഒരു വല്ലാത്ത, അത് കോവിഡ് കാലം സമ്മാനിച്ചതാണ്. കോവിഡിൽ നമ്മളിങ്ങനെ സൂമിലൊക്കെ ഇരുന്ന് നമ്മളങ്ങ് അലസരായിപ്പോയി എന്നുള്ളതാണ് സത്യം. പണ്ട് കോവിഡ് കാല സമയത്താണ് സൂമിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടാണല്ലോ അന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഒരു ഷർട്ടൊക്കെ ഇട്ട് മാന്യനായി ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഒരാൾ ഇരിക്കുകയാണ്. അപ്പോൾ അതൊരു ഓഗസ്റ്റ് മാസം 15-ാം തീയതിയായിരുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പൊട്ടൻ വിവേകം ഇങ്ങനെ എൻ്റെ മനസ്സിലുദിച്ചു. ഇന്ന് ഓഗസ്റ്റ് 15 എന്നാൽ പിന്നെ ഒരു നാഷണൽ ആന്തം കൂടെ പാടി ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കും. ഏത് നേരത്ത് തോന്നിയ ബുദ്ധിയാണോ ഒരു പിടുത്തമില്ല. ഞാൻ പറഞ്ഞു നാഷണൽ ആന്തത്തിനായി എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞാൻ എഴുന്നേറ്റപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നല്ല ഷർട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്, താഴെ ബെർമുടയാണ്. കാരണം മണ്ട മാത്രമേ കാണുന്നുള്ളല്ലോ. ഒരു തരം നിസ്സംഗതയാണ്, ഒരു തരം നിസ്സംഗത. ഇതൊന്നും ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ലെന്നേ, എങ്ങനെയെങ്കിലുമൊക്കെ പോകട്ടെ എന്നേ. അതിനപ്പുറത്തേക്ക് നമുക്കിതൊന്നും വലിയ ഗൗരവമായ സംഭവമായി മാറിയിട്ടില്ല. ദൈവാലയത്തിലെ ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ രാവിലെ ഇങ്ങനെ കിടന്ന് ഈ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഉടനെ ഭാര്യ വന്ന മനുഷ്യനെ ഇങ്ങനെ തട്ടിയെഴുന്നേൽപ്പിക്കുകയാണ്. അദ്ദേഹം അസ്വസ്ഥനായി തിരിഞ്ഞും മറിഞ്ഞു കിടക്കുകയാണ്. ഭാര്യയോട് പറയണം, ഇച്ചിരി നേരം കൂടെ കിടക്കട്ടെ, ഇപ്പം ഞാൻ എഴുന്നേൽക്കുന്നില്ല. ഉടനെ ഭാര്യ പറയുന്നുണ്ട്, മനുഷ്യ, നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ 3 കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങൾ നിങ്ങളോട് പറയാം, നിങ്ങൾ അപ്പോൾ എഴുന്നേൽക്കും. എന്നെ പറയുന്നുണ്ട്, എന്താ? 1, പള്ളിയിൽ 3-ാം മണി അടിച്ചിട്ടുണ്ട്. 2, ഗായക സംഘം അവസാനത്തെ പ്രാക്ടീസ് നടത്തുന്നതിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കാം. 3-ാമത്തേതും പ്രധാനപ്പെട്ടതുമായ റീസൺ, നിങ്ങളാ പള്ളിയിലെ അച്ഛനാണ്, നിങ്ങളാ പള്ളിയിലെ അച്ഛനാണ്. ഈ 3-ാമത്തേതാണ് പ്രധാനപ്പെട്ടത്. സത്യവിശ്വാസി, നീ നിന്റെ നിയോഗം മറന്നുപോയിട്ടുണ്ട്. ഒരു വല്ലാത്ത അലസത നിന്നെ ബാധിച്ചിട്ടുണ്ട്, ഒരു വല്ലാത്ത അലംഭാവം നിന്നെ ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന് ഞാനും നിങ്ങളും കരുതി പോയിട്ടുണ്ട് എങ്കിൽ തെറ്റുപറ്റിപ്പോയി. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി മടങ്ങിയേ മതിയാവൂ. ജീവിതത്തിൻ്റെ പഴയ നൈർമല്യങ്ങളേക്ക്, കൊലപാതകത്തിലേക്കുള്ള യാത്ര നിന്റെ അലസതയുടെ യാത്രയാണ്. ആ അലസത നിന്റെ പ്രതിയോഗിയെ മറക്കാൻ കാരണമാവും. 2, നിന്റെ പ്രമാണം മറക്കാൻ കാരണമാവും. 3, നിന്റെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവും. അവസാനത്തെയും 3-ാമത്തെയും ചിന്ത കുംഭസാരക്കൂട്ടിലേക്കുള്ള യാത്രയാണ്. 1, കൊട്ടാരത്തിലേക്കുള്ള യാത്ര. 2, ഒരു കൊലപാതകത്തിലേക്കുള്ള യാത്ര. 3, ഒരു കുംഭസാരക്കൂട്ടിലേക്കുള്ള യാത്ര. എ ജേർണി ടു ദ കൺഫെഷണൽ ബോക്സ്. കുംഭസാരക്കൂട്ടിലേക്കുള്ള യാത്ര. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെയും ദാവീദ് തോറ്റുപോയി. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അവസാനത്തെ ഇന്ന് വായിച്ച വേദഭാഗം 12-ാം അധ്യായം 7-ാം വാക്യം. നാഥാൻ ദാവീദിനോട്, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞു. അതിനുശേഷം നാഥാൻ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നീ ചെയ്ത പാപം വലുത്, അതുകൊണ്ട് നീ പട്ടുപോകും. ദാവീദ് ദൈവസന്നിധിയിൽ യാചിക്കുകയാണ്. അവസാനം അവന് ദൈവം കൊടുത്ത കുഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി എന്ന് രേഖപ്പെടുത്തുകയാണ്. ദാവീദിന് പറ്റിയ 3-ാമത്തെ പരാജയം. 1 വർഷം പാപബോധമില്ലാതെ ദാവീദ് ജീവിച്ചു. 1 വർഷം പാപബോധമില്ലാതെ ദാവീദ് ജീവിച്ചു. പ്രിയമുള്ളവരെ, ഒന്ന് കുമ്പസാരിക്കാമായിരുന്നില്ലേ ദാവീദ്? നിനക്ക് ഒന്ന് കുമ്പസാരിക്കാമായിരുന്നില്ലേ? 1 വർഷം ദാവീദ് കുമ്പസാരിച്ചില്ല. അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ 3-ാമത്തേതും അവസാനത്തേതുമായ പരാജയത്തിൻ്റെ കാരണം. 1 വർഷം വേണ്ടി വന്നു ഒന്ന് മുട്ടുമടക്കാൻ. അവൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ദാവീദിൻ്റെ മുമ്പിൽ നാഥാൻ വന്ന് നിൽക്കുകയാണ്. നാഥാൻ പറയുകയാണ്, നീ ചെയ്ത അതിക്രമം ദൈവസന്നിധിയിൽ വലിയത്. നീ ചെയ്ത അതിക്രമം ദൈവസന്നിധിയിൽ വലിയത്.
പാപബോധമില്ലാതെ ജീവിക്കുന്നതാണ് പരാജയത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. പാപബോധമില്ലാതെ ജീവിക്കുക. ദാവീദ് 1 വർഷം പാപബോധമില്ലാതെ ജീവിച്ചു. ഒന്ന് പൊട്ടിക്കരയാൻ, ഒന്ന് ഉപവസിക്കാൻ, ഒന്ന് രട്ടും വെണ്ണീറും വിരിച്ച് കിടക്കാൻ, ഒന്ന് നെടുമ്പാട് കിടന്നൊന്ന് കരയാൻ, ഒന്ന് അനുദപിക്കാൻ, ഒന്ന് ഏറ്റുപറയാൻ 1 സെക്കൻഡ് പോലും നിനക്ക് കഴിഞ്ഞില്ലല്ലോ ദാവീദേ. അവസാനം ഒരു നാഥാൻ വേണ്ടി വന്നല്ലോ ഒന്ന് പൊട്ടിക്കരയാൻ. 1 വർഷം പാപബോധമില്ലാതെ എങ്ങനെ ജീവിക്കാൻ നിനക്ക് കഴിഞ്ഞു? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്ര വലിയ പാപമായാലും ഈ 2026 ഒന്ന് ഏറ്റുപറയാൻ നിനക്ക് മനസ്സുണ്ട് എങ്കിൽ, നിന്റെ പാപം ക്ഷമിക്കാൻ കഴിയുന്ന ഒരുത്തൻ ഇന്ന് ഈ വചന കൂടാരത്തിനകത്തുണ്ട്. നീ മറന്നു പോകരുത്. എത്ര കൊടും പാപമായാലും ഒന്ന് കുമ്പസാരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട്. സങ്കീർത്തനം 32 എഴുതിയപ്പോൾ ദാവീദ് അത് ഭംഗിയായിട്ട് എഴുതി വെച്ചു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയുകയാണ്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി തീർന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തിലെന്ന പോലെ വറ്റിപ്പോയി. എന്നാൽ ഞാൻ പാപം നിന്നോട് പറഞ്ഞു, നീ എൻ്റെ പാപം ക്ഷമിച്ചു തന്നു. ദൈവ പൈതലേ, ഒന്ന് ഏറ്റു പറഞ്ഞാൽ തീരാത്ത പാപങ്ങൾ ഈ ഭൂമിയിലുണ്ടോ? ഒന്ന് കുമ്പസാരിച്ചാൽ തീരാത്ത പാപങ്ങൾ ഈ ഭൂമിയിലുണ്ടോ? ഒന്ന് അനുദപിച്ചാൽ തീരാത്ത അതിക്രമങ്ങൾ എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ നീ അറയിൽ കിടക്കണം. എന്തിനാണ് അറയിൽ കിടക്കുക? ഞാൻ കോട്ടയം പഴയ ചന്ത മാർത്തമ്മ പള്ളിയിൽ ഞാൻ 6 മാസം പ്രാക്ടിക്കൽ ചെയ്താണ്. അവിടെ അറയും നിലയുള്ള വീടുകളൊക്കെ ഉണ്ട്. എന്താണ് അറയുടെ പ്രത്യേകത? അകത്ത് നീയും നിന്റെ തമ്പുരാനും മാത്രമേ ഉള്ളൂ. നീയും നിന്റെ ദൈവവും മാത്രമുള്ള സ്ഥലമാണ് അറ. അതിനകത്ത് കയറി ഒന്ന് പൊട്ടിക്കരയാൻ, ഒന്ന് കുമ്പസാരിക്കാൻ, ഒന്ന് ഏറ്റുപറയാൻ ഇനിയെങ്കിലും നിനക്ക് കഴിയാതെ പോയിട്ടുണ്ട് എങ്കിൽ അപകടമാണ്. യാക്കോബ് സ്വന്തം അപ്പനെ ചതിക്കുന്ന ഒരു രംഗം വേദപുസ്തകത്തിലുണ്ട്. കണ്ണു കാണാത്ത അപ്പൻ്റെ മുമ്പിൽ പോയി യാക്കോബ് ഇരുന്നു അമ്മയുടെ നിർദ്ദേശപ്രകാരം. കണ്ണു കാണാത്ത അപ്പൻ യാക്കോബിനോട് ചോദിച്ചു, മോനെ നീ ആരാടാ? ഉടനെ യാക്കോബ് പറഞ്ഞു, അപ്പ ഞാൻ ഏശാവാപ്പ. ഈ അപ്പന് വലിയ പിടുത്തമില്ല. അപ്പനെന്തോ ഒരു സംശയം. അപ്പൻ വീണ്ടും ചോദിക്കുക, മോനെ നീ ആരാടാ? ഏശാവാപ്പ. കണ്ണു കാണാത്ത ഈ അപ്പൻ എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പൻ മണ്ട മുതൽ താഴെ വരെ ഇവനെ ഒരു തപ്പ് തപ്പി. അമ്മ മിടുക്കിയായിരുന്നു. അമ്മ രോമം കൊണ്ടുള്ള കുപ്പായൊക്കെ ഇടിപ്പിച്ച് അവനെ വിട്ടത്. ഏറ്റവും അവസാനം കണ്ണു കാണാത്ത അപ്പൻ 2 കൈയും അവൻ്റെ തലയിൽ വെച്ച് അവനെ അനുഗ്രഹിച്ചു. അത് കഴിയുമ്പോൾ ഏശാവ് വരുന്നുണ്ട്. ഏശാവ് വന്നിട്ട് യാക്കോബിനോട്, ഇസഹാക്കിനോട് ചോദിക്കുന്ന ചങ്ക് പൊട്ടുന്ന ഒരു ചോദ്യമുണ്ട്. ഇസഹാക്കേ, ഒരനുഗ്രഹമെങ്കിലും നിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടോടാ? ഇല്ല, മൊത്തം അവന് കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും അവസാനം അവൻ ഓടിപ്പോവുകയാണ്. 20 വർഷം കഴിഞ്ഞ് യാക്കോബ് തിരിച്ചു വരുന്നുണ്ട്. യാക്കോബ് തിരിച്ചു വരുമ്പോൾ യാബോക്ക് കടവിൽ വെച്ച് ദൈവം തമ്പുരാൻ അവൻ്റെ മുമ്പിൽ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്നിട്ട് ഒരു മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. മൽപ്പിടുത്തം കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ യാക്കോബിനോട് ഒരു ചോദിച്ച ചോദ്യം നിങ്ങൾ മറന്നു പോകാതെ ബുക്കിൽ എഴുതി വെക്കണം. നിന്റെ പേരെന്തെന്നാണ്? നിന്റെ പേരെന്ത്? വാട്ട് ഈസ് യുവർ നെയിം? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്തെല്ലാം ചോദ്യം ദൈവത്തിന് ചോദിക്കാമായിരുന്നു, ചോദിച്ചില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിന്റെ പേരെന്ത്? യാക്കോബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാ. അവൻ്റെ ചങ്ക് പൊട്ടുകയാ. അവൻ നെടുമ്പാട് കടന്നു. ഇതൊന്നും വേദപുസ്തകത്തിലില്ല, എന്നെ ക്രൂശിക്കരുത് എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. അവൻ നെടുമ്പാട് കിടന്നിട്ട് അവൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. 20 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം അപ്പനെ ചതിച്ച് അപ്പനോട് നീ ഒരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 20 വർഷങ്ങൾക്കിപ്പുറം ദൈവം തമ്പുരാൻ യാക്കോബിനെ കൊണ്ട് അത് ഏറ്റുപറയിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു പാപത്തെ മറ്റൊരു നന്മ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുകയല്ല. നീ ചെയ്ത പാപങ്ങളെ ഒരു കുംഭസംഹാരക്കൂട്ടിൽ കയറി ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ 2026 നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു തമ്പുരാൻ സ്വർഗത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന സ്വർഗത്തോളം എത്താത്തത്? എൻ്റെ ഹൃദയത്തിൽ ഞാൻ അതിക്രമം കരുതിയാൽ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതി വെച്ചാൽ സ്വർഗത്തിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നീ ക്ഷമ ചോദിക്കണം. നീ ദൈവസന്നിധിയിൽ കുംഭസംഹരിക്കണം. ബോബി ജോസ് കട്ടിക്കാടച്ചൻ തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, മുക്കിന് കുംഭസാര കൂട് വെക്കണം. കാരണം ഒന്ന് കുംഭസാരിച്ചാൽ തീരാത്ത ഒരു പാപവും ഈ ഭൂമിയിൽ ഇല്ലല്ലോ. ഒന്ന് കുംഭസാരിച്ചാൽ തീരാത്ത ഒരു പാപവും ഈ ഭൂമിയിൽ ഇല്ലല്ലോ. പ്രിയമുള്ളവരെ, ഊരിയാവനെ കൊല്ലുമ്പോൾ ദാവീദ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് വാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും,
എന്ത് നാശവും സംഭവിക്കും. ദാവീദേ നീ തകർന്നു പോയടാ, നീ തകർന്നു പോയി. നീ ഇന്ന് രട്ടും വെണ്ണീറും വിരിച്ചോ തമ്പുരാൻ്റെ സന്നിധിയിൽ ക്ഷമ ചോദിക്കണം. അതിനൊരു നാഥാൻ പ്രവാചകൻ വേണ്ടി വന്നു ദാവീദിന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും ഒന്ന് കുമ്പസാരിക്കാൻ ആരാണ്? കർത്താവേ, ആ മണിയടിയുടെ നാദം നേർത്തില്ലാതാവുന്നതിന് മുമ്പേ ദൈവമേ ഒന്ന് മടങ്ങിപ്പോകാൻ, എൻ്റെ ജീവിതത്തിൻ്റെ നൈർമല്യങ്ങളിലേക്കൊന്ന് മടങ്ങിപ്പോകാൻ, എൻ്റെ ജീവിതത്തിൻ്റെ പഴയകാല നന്മയുള്ള അനുഭവങ്ങളിലേക്കൊന്ന് മടങ്ങിപ്പോകാൻ, ചെയ്ത അപരാധങ്ങളെ ഇന്ന് രാത്രി അറയിൽ കടന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് ദൈവമേ ഒരു വിശുദ്ധി പ്രാപിച്ചു പോകാൻ അവിടുന്ന് ദൈവം തമ്പുരാനെ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അടി മുതൽ മുടി വരെ ഒരുപക്ഷെ അശുദ്ധിയായിരിക്കാം, ഒരുപക്ഷെ ആരും നമ്മുടെ ജീവിതം കാണുന്നില്ലായിരിക്കാം, വിശുദ്ധികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്തു പോയിട്ടുണ്ടാവാം, ഒരുപക്ഷെ പരസ്യ ജീവിതത്തിൽ നമ്മളൊക്കെ നല്ല മനുഷ്യരായിരിക്കാം, പക്ഷേ ജീവിതത്തിൻ്റെ രഹസ്യമാനുഭവങ്ങളിലൊക്കെ ഒരുപക്ഷെ ഞാനും നിങ്ങളും തോറ്റുപോയിട്ടുണ്ടാവാം. ഇന്ന് രാത്രി അരുമനാഥനായ തമ്പുരാൻ എന്നെയും നിങ്ങളെയും അവൻ ഒരുക്കുന്ന കുമ്പസാരക്കൂട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഇത് പള്ളിയിലെ കുമ്പസാര പ്രാർത്ഥനയല്ല, അത് കളിപ്പീരാണെന്ന് നമുക്കും അറിയാം, കർത്താവിനും അറിയാം. ഇത് ഞാനും എൻ്റെ തമ്പുരാനും മാത്രമുള്ള കുമ്പസാരക്കൂടാണ്. അത് ആത്മാർത്ഥതയുടെ കുമ്പസാരക്കൂടാണ്. അവിടെ ഇന്ന് രാത്രി കയറി തമ്പുരാനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ച് ഈ 2026 മുൻപോട്ട് പോകാൻ സർവശക്തനായ തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ, അവസാനിപ്പിക്കട്ടെ. ദാവീദിൻ്റെ ഒന്നാമത്തെ യാത്ര കൊട്ടാരത്തിലേക്കുള്ള യാത്ര, അതവൻ്റെ ധാർഷ്ട്യത്തിൻ്റെ യാത്രയാണ്. 2 കൊലപാതകത്തിലേക്കുള്ള യാത്ര, അതവൻ്റെ അലസതയുടെ യാത്രയാണ്. 3 കുമ്പസാരക്കൂട്ടിലേക്കുള്ള യാത്ര, അതവൻ്റെ അതിജീവനത്തിൻ്റെ യാത്രയാണ്. അതിജീവനത്തിൻ്റെ യാത്രയാണ്. ദാവീദേ, ഇവിടെ നിനക്ക് ഒരതിജീവനം ബാക്കിയുണ്ട്. നീ തയ്യാറാണോ? നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ദാവീദ് പരാജയപ്പെട്ടതുപോലെ ഞങ്ങളും ഒരു പക്ഷേ ദൈവമേ ധാർഷ്ട്യത്തിൻ്റെ മേലാടകൾ അണിഞ്ഞ് കണ്ണിൽ വല്ലാതെ ദൈവമേ അഹന്തയുടെ ചെതുമ്പലുകളൊക്കെ പിടിച്ച് ദൈവമേ ലഭിച്ച അനുഗ്രഹങ്ങളുടെയൊക്കെ കഴിവിൻ്റെ ദൈവമേ ഹുങ്കു പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരാണപ്പ. ഇന്ന് രാത്രി ഈ വചനകൂടാരത്തിൽ ദൈവമേ ഒരനന്യാസ് എന്ന് പറയുന്ന ദൈവപുരുഷനെ എനിക്ക് വേണ്ടി തമ്പുരാൻ നിയോഗിക്കണമേ. എൻ്റെ കണ്ണുകളെ ഒന്ന് തൊടാൻ. ഞാനൊരു വൈദികനാണ് കർത്താവേ. 13 വർഷം ദൈവമേ ഈ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ സഭയിൽ ശുശ്രൂഷ ചെയ്തൊരു വൈദികൻ. എവിടെയെങ്കിലും അഹങ്കാരത്തിൻ്റെ ചെതുമ്പലുകൾ എൻ്റെ കണ്ണുകളെ ഇരുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരനന്യാസിനെ തമ്പുരാനെ എനിക്ക് വേണ്ടി നീ ഒരുക്കണമേ. എവിടെയെങ്കിലും അലസതയുടെ അനുഭവങ്ങളൊക്കെ കൊലപാതകത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ദൈവമേ എൻ്റെ പ്രതിയോഗിയെ മറന്നുപോയെങ്കിൽ, പ്രമാണം മറന്നുപോയെങ്കിൽ, തിരിച്ചറിവില്ലാതെ പോയെങ്കിൽ, ഇന്ന് രാത്രി തമ്പുരാനെ എനിക്കൊരു കുമ്പസാരം തന്ന, എനിക്കൊരു ഏറ്റുപറയാനൊരു അവസരം തന്ന എന്നെ അവിടുന്ന് മാനസാന്തരപ്പെടുത്തണമേ. ദൈവമേ, ദാവീദിനെ പോലെ ജീവിതത്തിൻ്റെ കറുത്ത അധ്യായങ്ങളിൽ നിന്ന് ദൈവമേ നൈർമല്യത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടുന്ന് ഞങ്ങളെയും സഹായിച്ചാട്ടെ. വചനം കേട്ട നിൻ്റെ ജനങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. അടിയങ്ങളെ എല്ലാവരെയും തമ്പുരാൻ ആശീർവദിക്കണം. നാളത്തെ ദിവസവും ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.